ഭക്ഷണം താ. മക്കൾക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ കൊണ്ടുവരാം. നമ്മൾ പോയി ഒരു ടി വി നോക്കിക്കോ. ശരി അമ്മി, ആയിക്കോട്ടെ. ആ, പിഷ്കോ. അമ്മി വിശക്കുന്നു, ഫുഡ് താ. മക്കളെ, മക്കൾക്ക് എന്താ വേണ്ടേ? രാവിലെ തയ്യാറാക്കിയ ചെറുപയറുണ്ട്, അത് മതിയോ? എപ്പോൾ നോക്കിയാലും ചെറുപയർ തന്നെ ചെറുപയർ. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അയൽവക്കത്തെ വീട്ടിലൊക്കെ നല്ല എണ്ണയുടെ മണമാണ് വരുന്നത്. അതൊക്കെ തന്നൂടെ അമ്മേ? അതൊക്കെ ഉണ്ടാക്കി തന്നൂടെ? മക്കളെ, അമ്മയ്ക്ക് സ്കൂളുള്ളതല്ലേ, അതുകൊണ്ടല്ലേ നമുക്ക് നല്ല നല്ല ഭക്ഷണം തയ്യാറാക്കി തരാൻ പറ്റാത്തത്. മക്കളെ, ഇന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചെറുപയറൊന്ന് തിന്ന്. ഞാൻ കൊണ്ടുവരുന്ന ചെറുപയർ. എനിക്കൊന്നും വേണ്ട ഈ ചെറുപയർ, അമ്മ തന്നെ കഴിച്ചോ. മക്കൾ വേണമെന്നല്ല, മക്കൾക്ക് വേണ്ടത് ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം. സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ തന്നെ ഫുൾ ടയേർഡാണ്, എന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരണം. ഷോ, എന്നെ കൊണ്ടിത് വയ്യ. ഇവർക്കിത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവോ? ലതേ, എനിക്കൊരു ചായ കൂടി തയ്യാറാക്കി തരുമോ? ചായ കുടിക്കാതെ എനിക്ക് തല പെരുകുന്നു. ശരി ഏട്ടാ, എപ്പോൾ തയ്യാറാക്കി തരാം. സ്കൂൾ വിട്ട് വന്നാലും ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ല. നാളെ സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്ന് മാറ്റി പറഞ്ഞ് ഏട്ടനെ ഒന്ന് സമ്മതിപ്പിക്കണം. ഏട്ടനും മോളും തന്നെ ഇവിടെ നിൽക്കട്ടെ, അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ലതേ, ചായ ആയോ? ആ ചേട്ടാ, ഇപ്പം തരാം. നമ്മുടെ പാറൂട്ടിക്ക് പഴംപൊരി കൂടി വേണമെന്ന് പറഞ്ഞു, അതും കൂടി ഒന്ന് തയ്യാറാക്കിക്കോട്ടെ. ആ മോളെ, ഇപ്പം ആവും. ചേട്ടാ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? എന്താ ലതേ? അത് പിന്നെ ചേട്ടാ, പരീക്ഷയൊക്കെ അടുക്കാറായില്ലേ, പിന്നെ കുട്ടികളൊക്കെ വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. അതുകൊണ്ട് നാളെ മുതൽ സ്പെഷ്യൽ ക്ലാസ് എടുക്കാമെന്നാണ് എൻ്റെ തീരുമാനം. ഇത് മിക്കവാറും അമ്മയുടെ കെണിയായിരിക്കും. അമ്മയ്ക്ക് ഭക്ഷണം തയ്യാറാക്കാൻ മടിയാവുന്നത് കൊണ്ട് ചിലപ്പം ക്ലാസ് വെച്ചതായിരിക്കും. ഇവളെല്ലാം കണ്ടുപിടിക്കണമെന്നാണ് തോന്നുന്നത്. അതിനെന്താ ലതേ, നീ നാളെ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് കുറച്ച് വൈകി വന്നാലും പ്രശ്നമില്ല. ഒന്നുമില്ലേലും കുട്ടികളെ പഠനത്തിന് വേണ്ടല്ലേ. ശരി. പിന്നില്ല ചേട്ടാ, നാളെ നിങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവുമല്ലോ. അവിടെ പാറൂട്ടിക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ട സ്ഥിതിക്ക് അവൾക്കുള്ള സ്നാക്സ് നിങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കുള്ള ചായയും നിങ്ങൾ തന്നെ തയ്യാറാക്കിക്കോട്ടോ. അതൊന്നും പ്രശ്നമില്ല ലത, നീ കുറച്ച് ദിവസത്തേക്കല്ലേ, പ്രശ്നമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാ ചേട്ടാ, ചേട്ടനുള്ള ചായ. എന്നാ പറു, നിനക്കുള്ള പഴംപൊരി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യണേ. Thank you for watching. Bye bye.